പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആക്ച്വലി പറഞ്ഞാലേ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. പക്ഷെ ഞാൻ ഇന്ന് ലീവ് എടുത്തേക്കാണ്. കാരണം എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലീവ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ലീവ് എടുക്കില്ലേ, പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ എടുത്താൽ എന്ത് എന്നൊരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് വരാം. വലിയ പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ നല്ല രീതിക്ക് ഈ വീഡിയോ വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കാണാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ട്, പയറുണ്ട്, പപ്പടമുണ്ട്, ഒരു പഴവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചായയുണ്ട്. അപ്പം നമുക്ക് കഴിച്ചാലോ? അപ്പോഴേ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമൺ സംഭവമാണ് ഈ പുട്ടും പയറും പപ്പടവും. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ സ്ഥിരം ഈ പുട്ടും പയറും പപ്പടവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കാണുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അത് എനിക്ക് മടിയായതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് വരട്ടെ, നമുക്ക് റെഡിയായിട്ട് പോകാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള പുട്ടും പയറും പപ്പടമൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്ത് പോകണം. പക്ഷേ ഫുഡ് കഴിച്ച ഉടനെ റെഡിയാവാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പത്രം വായിച്ചിരിക്കാം. അപ്പോൾ പത്രം വായിച്ചിരിക്കുന്ന സമയം കൊണ്ട് ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് റെഡിയായിട്ട് പോയിട്ട് വരാം. വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആയിട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒരു ടോപ്പും അതുപോലെ തന്നെ ഒരു ബാഗി ജീൻസും ആണ്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താട്ടോ പോകുന്നത്. അതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. ഹലോ. അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ അമ്മ പോയ സമയത്ത് ഒത്തിരി കറികളും ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്കൊരു എക്സ്ട്രാ മോര് കറിയും കൂടി ഒന്ന് ഉണ്ടാക്കാം. കാരണം ഈ വീട്ടിൽ മോര് കറി ഇഷ്ടമുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രം. അതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നാളായി, ഒത്തിരി ദിവസമായി, കല്യാണത്തിന് മുന്നേ എന്തോ ആണ് ഞാൻ ലാസ്റ്റ് മോരുകറി ഉണ്ടാക്കി ഒന്ന് ചോറൊക്കെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചത്. പക്ഷേ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കാട്ടോ. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മോരുകറി ഉണ്ടാക്കി നല്ല ആർഭാടമായിട്ട് ലഞ്ച് കഴിക്കാമല്ലോ. അപ്പോൾ വാ. ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് തേങ്ങ പൊട്ടിക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടിച്ച സ്ഥിതിക്ക് നമുക്ക് ഞാൻ ചിരകി കൂടെ എടുക്കണം. അങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിൽ കുഞ്ഞുള്ളി ഇടുക, പിന്നെ ഒരു വലിയ പച്ചമുളക് നോക്കി പൊട്ടിച്ച് അതിനകത്തിടുക. പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജീരകപ്പൊടി, ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തങ്ങ് എടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമ്മൾ കടുക് വറ ചെയ്തതിന് ശേഷം നേരെ ഈ സംഭവം എടുത്ത് അതിനകത്ത് ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറുണ്ട്, മോരുകറിയുണ്ട്, നെത്തോലി മീൻ വറുത്തതുണ്ട്, പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്, ചമ്മന്തിയുണ്ട്. കഴിച്ചാലോ? കഴിക്കാട്ടോ. കണ്ടിട്ട് തന്നെ കൊതി കാരണം ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മോരുകറിയും ബീട്രൂട്ട് തോരനും ചമ്മന്തിയും അതുപോലെ തന്നെ നെത്തോലി മീൻ വറുത്തതും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് കൂട്ടിക്കുഴച്ചങ്ങ് കഴിക്കാം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ടാറ്റാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. മോരുകറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമതും ചോറെടുത്ത് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് വയറ് ഭയങ്കര ഫില്ലായിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എല്ലാ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു കുട്ടി ഉറക്കം കഴിഞ്ഞിട്ട് വരാം. ഒത്തിരി ദിവസമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉറങ്ങിയിട്ട് വരാം. പോരാത്തതിൽ ഇന്ന് വൈകിട്ട് ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്ത് പോകാനുള്ളൊരു കുട്ടി പ്ലാനിങ് ഇട്ടിട്ടുണ്ട്. നടക്കുവാണെങ്കിൽ അത് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ വിശേഷം തന്നെ കാണാം. എന്തായാലും നമുക്കൊന്ന് പോയി ഉറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഞാനിപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ ഇട്ടുന്ന സെയിം ഡ്രസ്സ് തന്നെ ഇപ്പോഴും എടുത്തിട്ടത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാം. ഇറങ്ങുന്ന സമയത്ത് വലിയ മഴയില്ലായിരുന്നെങ്കിലും പോണ വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഒരു ബേക്കറിയുടെ സൈഡിൽ ഇറങ്ങി ഞാനൊന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ട് ബാനു കൂടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ കാണുന്നതാട്ടോ ബാനുവിനെ ഞാൻ ഇതിന് മുന്നേ ഒത്തിരി വട്ടം വീഡിയോയിലൂടെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ വാങ്ങിച്ച് നേരെ ബിജിയുടെ വീട്ടിലോട്ടാട്ടോ ഈ പോകുന്നത്. അങ്ങനെ ബിജിയുടെ വീട്ടിലോട്ടൊക്കെ എത്തി. ആദ്യം തന്നെ നമുക്ക് അവൾ കോഫി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. കോഫി കുടിക്കുന്നതിനിടയിൽ അവൾ ബ്രെഡ് ഓംലെറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതാണ്, ഞാൻ മറന്നു. പാലുണ്ട്, മുട്ടയുണ്ട്, പഞ്ചസാരയുണ്ട്, നെയ്യുണ്ടെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ബ്രെഡ് നല്ലോണം ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് അതിനെ വറുത്തെടുക്കുന്നുണ്ട്. വറുത്തല്ലല്ലോ,
അതെ ആ സംഭവം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിജിയുടെ സ്വന്തം പ്രിപ്പറേഷൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറേ നേരം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ പോയിട്ടൊക്കെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റായി കേട്ടോ, ഒരു 7 മണി എന്തോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പം ഞങ്ങൾ കത്തി വെച്ചൊക്കെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ വീട്ടിലെത്തി താഴേനൊരു സീതപ്പഴം കൂടി എടുത്തുകൊണ്ടാണ് വന്നത്. നല്ല മധുരമുള്ള സീതപ്പഴം കേട്ടോ. അതുകൊണ്ട് ഇത് പഴുക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പഴുത്തിട്ടുണ്ട്. അങ്ങനെ അതുകൂടെ എടുത്ത് ഞാൻ നേരെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഫുഡ് അടിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ വെറുതെ നിൽക്കുന്നു. അപ്പോൾ ഒരു വ്ളോഗ് എടുത്താലോ എന്ന രീതിയിൽ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരാം. ടാറ്റാ.